പക്ഷെ നമ്മളൊരു ഡോക്ടറെ അടുത്ത് നിന്ന് മെഡിസിൻ എടുക്കുമ്പം പെട്ടെന്ന് നമുക്കത് നിർത്താൻ പറ്റില്ല. കാരണം പിന്നീട് അവിടെ ചെന്ന് പറയുമ്പോൾ അവർ നിങ്ങളെന്താ കഴിക്കാത്തത് ചോദിക്കും. അതുകൊണ്ട് ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി പറഞ്ഞു ഇവരുടെ ഹൈപ്പർ ആക്ടിവിറ്റി മാറി ഇപ്പം നല്ല വ്യത്യാസം കാണുന്നുണ്ടെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് 1 മാസം കൂടി മരുന്ന് കണ്ടിന്യൂ ചെയ്യാം, എന്നിട്ട് നിങ്ങൾ മരുന്ന് സ്റ്റോപ്പ് ചെയ്തോളാൻ പറഞ്ഞു. പക്ഷേ ഇവർ നിൽക്കുന്ന പോലെയൊന്നും ഇവർ നിൽക്കില്ല. എവിടെ പോയിട്ടുണ്ടെങ്കിൽ ഇവരെ ഞാൻ എവിടെയെങ്കിലും കയറണം, ഇവൻ ഓടും ഇവളും ഓടും, ഇവരെ ഞാൻ പിടിക്കാൻ വേണ്ടി പോകേണ്ടി വരും. ഞങ്ങൾ രണ്ടുപേരും പുറകെ. ഇവർ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടെ ഇരിക്കുന്ന ഈ മാതാവ് തന്ന സൗഖ്യം കൊണ്ട് മാത്രമാണ് ഇവരിപ്പോൾ ഇവിടെ അടങ്ങിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണേലും വീട്ടിലാണേലും കൊറോണ സമയത്തൊക്കെ സാനിറ്റൈസർ വരെ ഇവരെടുത്ത് കുടിച്ചിട്ടുണ്ട്. ഇവരും കൂടി ഞങ്ങൾ ആശുപത്രി പോയിട്ടുണ്ട്. പിന്നെ ഇവരിങ്ങനെ ഓരോ സ്ഥലത്തോട് കയറി ഇറങ്ങിയൊക്കെ തുടങ്ങി. ഇവർക്ക് എപ്പോഴും പരിക്കാണ്. ഇവരെ നോക്കിയാൽ അറിയാം ഇവിടെ നെറ്റിയൽ താടിയൽ ഇതൊക്കെ ഇവരുടെ പരിക്കുകളും മുറിവുകളുമാണ്. ഇപ്പം അതിനെല്ലാം വ്യത്യാസം ഇവർ പറഞ്ഞവർ അനുസരിക്കാൻ തുടങ്ങി. ഇതാണ് മാതാവ് തന്ന ഏറ്റവും വലിയ എനിക്ക് അനുഗ്രഹം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ